എങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാൻ എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ ഡയറ്റ് പ്ലാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ബോഡി വെയ്റ്റ് മെഷർ ചെയ്യുക. ബോഡി വെയ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റിട്ടുള്ള ഫാസ്റ്റിംഗ് സ്റ്റേജിലുള്ള ബോഡി വെയ്റ്റ് വേണം മെഷർ ചെയ്യാനായിട്ട്. ഫാസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ അതിന് മുമ്പ് എടുക്കുന്ന ബോഡി വെയ്റ്റ്, ആ ഒരു ബോഡി വെയ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ബോഡി വെയ്റ്റ് മെഷർ ചെയ്തു, ബോഡി വെയ്റ്റ് കിട്ടി. ബോഡി വെയ്റ്റ് ഒരു 75 കിലോഗ്രാമെന്ന് വെച്ചിരിക്കട്ടെ. 75 കിലോഗ്രാം. ഓക്കെ ആണല്ലോ, 75 kg. ഓക്കെ, അങ്ങനെ കിട്ടിയെന്ന് വെച്ചിരിക്കട്ടെ. അപ്പോൾ ഈ 75നെ നമുക്ക് പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ അതിൻ്റെ കൺവേർട്ടർ ഉണ്ട്. ആ കൺവേർട്ടർ വെച്ചിട്ട് വേണം പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ഗൂഗിളിൽ കയറുക, ഫോണിലാണ് യൂസ് ചെയ്യണത്. ഗൂഗിളിൽ കയറുക, kg to pounds എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കൺവേർട്ടർ കിട്ടും. അതിൽ നമ്മൾ ഇവിടെ 75 കിലോഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ ആ വാല്യൂ അതിൽ തെളിഞ്ഞ് കാണാൻ പറ്റും. ഇതാണ്, കണ്ട, കാണാൻ പറ്റണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, കണ്ട 75 കിലോഗ്രാം. ഇതിൻ്റെ വാല്യൂ എന്ന് പറയണത് 165.347. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനാണ്. സിമ്പിളായിട്ട് പറഞ്ഞു തരാണെങ്കിൽ ഇപ്പോൾ ഈ കിട്ടിയ പൗണ്ടിൽ കിട്ടിയ വാല്യൂവിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 165.347 × 15. ആ വാല്യൂ എത്രയാണെന്ന് നോക്കുക. 204.80.2 കാലറീസ്. നമുക്ക് 204.80 എന്ന് എടുക്കാം. അതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. ഓക്കെ, കണ്ടാ 204.80 അതെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 15 എന്ന് പറഞ്ഞൊരു വാല്യൂ, ആ ഒരു വാല്യൂ എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി ബേസ് ചെയ്തിട്ടാണ്. സോ ഇപ്പം നിങ്ങളൊരു ഹൈ ഇൻറ്റൻസിറ്റിയാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 15 എടുക്കാം. ഇപ്പോൾ ഒരു മിഡ് റേഞ്ചിലാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഒരു 14 ആ ഒരു വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഡെസ്ക് ജോബാണ്, ചുമ്മാ IT ജോബാണ്, ചുമ്മാ ഇരുന്നുള്ള ജോലിയാണ് ചെയ്യണമെങ്കിൽ, വേറെ അധികം വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 12 13 എടുക്കാവുന്നതാണ്. അപ്പോൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് മെയിൻ്റനൻസ് കാലറീസ്. അപ്പോൾ ഈ കണ്ടുപിടിച്ചതിൻ്റെ കാലറീസ് മെയിൻ്റനൻസ് കാലറീസ് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ 2 വീക്സ് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. മീൻസ് ലൈക്ക് നമ്മൾ ഉണ്ടാക്കിയ ഡയറ്റ് 2 വീക്സ് ഫോളോ ചെയ്യുക. ഈ ഒരു കാലറീസ് വെച്ച് ഉണ്ടാക്കിയ ഡയറ്റ് 2 വീക്സ് ഫോളോ ചെയ്തിട്ട് ഇതിൽ കിട്ടുന്ന ആവറേജ് എടുത്ത് നോക്കുക. മീൻസ് നമ്മുടെ വെയ്റ്റിൻ്റെ ആവറേജ്, വേരിയേഷൻ വരുന്ന വെയ്റ്റിൻ്റെ ആവറേജ് എടുത്ത് നോക്കുക. അപ്പോൾ വെയ്റ്റിൻ്റെ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു 1 kg ഡിഫറൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണെങ്കിൽ ഇത് നമ്മുടെ മെയിൻ്റനൻസ് കാലറീസ് തന്നെയാണെന്ന് ഉറപ്പിക്കാം. മനസ്സിലായോ? അതല്ല 1-2 കിലോ കൂടുതലാണെങ്കിൽ, 2-3 കിലോ കൂടുതലാണ് വരണമെങ്കിൽ അത് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് അല്ല. നിങ്ങൾ അതിൽ നിന്നൊരു 200-300 കാലറീസ് കട്ട് ചെയ്യേണ്ടി വരും. അതുമല്ല, അത് കുറവാണെങ്കിൽ 1-2 കാലറീസ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ മെയിൻ്റനൻസ് കാലറീസിൽ നിന്ന് കുറച്ചുകൂടെ കാലറീസ് കുറച്ചിട്ട് വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക അത് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തോരം കാർബോഹൈഡ്രേറ്റ് കഴിക്കണം, എന്തോരം ഫാറ്റ് കഴിക്കണം, എന്തോരം പ്രോട്ടീൻ കഴിക്കണം എന്ന് കണ്ടുപിടിക്കലാണ്. സോ എന്തോരം പ്രോട്ടീൻ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എടുക്കുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റ് എത്രയാണോ അത്രയും പ്രോട്ടീൻ, അത്രയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് 170 ആണ്. സോ 170 ഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം ഞാൻ കൺസ്യൂം ചെയ്യണത്. അതുപോലെ തന്നെ ഫാറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു പൗണ്ടിൽ കിട്ടിയ വാല്യൂ ഇല്ലേ, ആ പൗണ്ടിൽ കിട്ടിയ വാല്യൂ ഒന്ന് 0.4 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റിൻ്റെ വാല്യൂ കിട്ടും. അത് നമുക്ക് എത്രയാണ് നോക്കാം. എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ വാല്യൂ 66 ആണ്. മനസ്സിലായോ? കാണാൻ പറ്റുന്ന 66
അടിയിൽ കിട്ടിയ വാല്യൂ ഉണ്ടോ, ഗ്രാമാണ് കണ്ടുപിടിക്കാം. 66 ഗ്രാം ഫാറ്റ് നമുക്ക് കൺസ്യൂം ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത കണ്ടുപിടിക്കാനാണ് നമ്മൾ എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് കൺസ്യൂം ചെയ്യണമെന്ന്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കിട്ടുന്ന പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും കാലറീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടിൻ്റെ സം എടുത്തിട്ട് ആ ഒരു സമ്മിൽ കിട്ടുന്ന വാല്യൂ നമുക്ക് കിട്ടിയ മെയിൻ്റനൻസ് കാലറീസിൽ നിന്ന് മൈനസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 ഗ്രാം ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 കാലറീസാണ്. 1 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാലറീസും 1 ഗ്രാം കാർബ് എന്ന് പറഞ്ഞാലും 4 കാലറീസാണ്. കാലറീസ് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പം മാച്ച് കളയാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് 2480 165.37. അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ എഴുതിയിടാൻ വേണ്ടിയിട്ട് ആ കാർബോഹൈഡ്രേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1 ഗ്രാം പ്രോട്ടീൻ ഈസ് ഈക്വൽ ടു 4 calories, 1 gram fat is equal to 9 calories, 1 gram carb is equal to 9 calories. 4 calories, sorry, 4 calories ആണ്. കണ്ടോ, ഞാൻ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കാർബ് എത്ര ഗ്രാമാണെന്ന് കഴിക്കേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും കാലറീസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 1 ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 4 കാലറീസ് ആണ്. നമുക്ക് കിട്ടേണ്ടത് 170 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ 170 ഗ്രാം ഇൻറ്റു 4 പ്ലസ് ഫാറ്റിൻ്റെ കാലറീസ്. ഫാറ്റിൻ്റെ കാലറീസ് എന്ന് പറയുമ്പോൾ 9 കാലറീസ്. അപ്പോൾ 66 ആണ് കിട്ടേണ്ടത്. 66 ഇൻറ്റു 9, ഇതാണ് ഈ വാല്യൂ ആണ് നമ്മുടെ പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും ടോട്ടൽ കാലറീസ് സം ചെയ്ത് കിട്ടുമ്പോൾ കാലറീസ്. അത് എത്രയാണ് നോക്കാം. 1274 എന്നാണ് കിട്ടിയത്. നോക്കണ്ട, 1274. സോ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എഴുതി വയ്ക്കാം. 1274 കാലറീസ് കണ്ടോ, 1274 കാലറീസ്. ഇത് ഓർത്തിരുന്നോ? ഇപ്പോൾ ഓർത്തിരുത്താൽ മതി. നിങ്ങളുടെ കാലറീസ് വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ ആയിരിക്കില്ല. ഇതിപ്പോൾ എൻ്റെ വെയിറ്റ് അനുസരിച്ചുള്ള സംഭവമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് നമുക്ക് കാർബിൻ്റെ കാലറീസ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ കാർബിൻ്റെ കാലറീസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയ മെയിൻ്റനൻസ് കാലറീസ് 2480 മൈനസ് 1274 കണ്ടുപിടിക്കുക. 1206 എന്നാണ് കിട്ടുന്നത്. 1206 ഇതാണ് കാർബിൻ്റെ കാലറീസ്. നമുക്ക് കഴിക്കേണ്ട കാർബ് എന്തോരം കയറണോ അത്രയും കാലറീസാണ് ഇത് 1206 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് കാർബിൻ്റെ ഗ്രാം കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1206നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1206നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 301 calories, 301 calories, 301 calories നമ്മൾ ഇതിൽ നിന്ന് കൺസ്യൂം ചെയ്യണം. മനസ്സിലായോ? കാപ്സിൽ നിന്ന് കൺസ്യൂം ചെയ്യണം. അതാണ് ഇതിൽ പറയണത്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. സോ ഈ വാല്യൂസ് അനുസരിച്ച് വേണം നമ്മൾ ഡയറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ മെയിൻ നമ്മൾ കണ്ടുപിടിക്കാൻ മെയിൻ നമുക്ക് വേണ്ടത് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ ഏതൊക്കെ സോഴ്സിൽ നിന്ന് എടുക്കാം, എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബയോ അവൈലബിലിറ്റി ഉള്ള പ്രോട്ടീൻ സോഴ്സ് ചൂസ് ചെയ്യാം. സോ നമ്മുടെ ബയോ അവൈലബിലിറ്റി ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേ പ്രോട്ടീൻ, എഗ്സ്, ചിക്കൻ, ബീഫ്, അങ്ങനെ ആ ഒരു മീറ്റ് ഐറ്റംസ്
എല്ലാം നല്ല ബയോ അവൈലബിലിറ്റി ഉള്ള പ്രോട്ടീൻസ് ആണ്. അതിൽ താഴെ തന്നെയാണ് സോയാബീൻ, പയറ്, കടല, അങ്ങനത്തെ ലെൻറ്റിൽസ് ഒക്കെ. സോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സോഴ്സായിട്ട് ആഡ് ചെയ്യേണ്ടത് ഈ ഏറ്റവും കൂടുതൽ ബയോ അവൈലബിലിറ്റി ഉള്ള പ്രോട്ടീനാണ്. അതിനാണ് മേജർ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പ്രയോറിറ്റി ആണ് ബയോ അവൈലബിലിറ്റി കുറഞ്ഞ പ്രോട്ടീൻ സോഴ്സസ്. പിന്നെ ഫാറ്റിൻ്റെ കാര്യം 66 ഗ്രാം കറക്റ്റ് ടച്ച് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹോൾ ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും ഫാറ്റ് സോഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫാറ്റിന് നമുക്ക് പീനട്ട്സ് കൺസ്യൂം ചെയ്യാം, പീനട്ട് ബട്ടർ യൂസ് ചെയ്യാം, അങ്ങനത്തെ കുറേ ഐറ്റംസ്. പിന്നെ അവക്കാഡോ യൂസ് ചെയ്യാം. ഇതിലൊക്കെ ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാർബ്സിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റൈസാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് റൈസാണ്. ഞാൻ ചൂസ് ചെയ്യണത് ബസ്മതി റൈസാണ്. സോ എനിക്കത് ഇഷ്ടം. സോ ആ ഒരു സംഭവമാണ് ഞാൻ ചൂസ് ചെയ്യണത്. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഡയറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ ഒരു മീൻസ് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ പ്രോട്ടീൻ എത്ര ഇടണം, കാർബ് എത്ര ഇടണം, ഫാറ്റ് എത്ര ഇടണം, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനൊരു ഡയറ്റിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. സോ എങ്ങനെയാണ് ഡയറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഡയറ്റ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരാം. സോ അത് വീഡിയോ ആയിട്ട് ഇടണമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം, അത് നിങ്ങളുടെ സജഷൻ പോലെ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം തൊട്ട് ഒന്നുകൂടെ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.